പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ മലപ്പുറം റീച്ചിൽ ഏറ്റവും ടോപ്പിൽ കട്ട വെച്ച് ഹൈറ്റിൽ കെട്ടിയ സ്ഥലം എവിടെയെന്നറിയോ? കൂരിയാടല്ല, അവിടെ തെറ്റി വലിയറമ്പാണ്. ഞാൻ കട്ട എണ്ണുന്ന ആളാണ്, എനിക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്. കട്ടൊക്കെ എണ്ണി സെറ്റപ്പ് ആക്കിയതാണ്. ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ കട്ട വെച്ച് കെട്ടിയ സ്ഥലം എവിടെയെന്നറിയോ? നമ്മളെ കൂരിയാട്, നമ്മൾ തലപ്പാറല്ലേ, കുളപ്പുറം കഴിഞ്ഞ് നമ്മളെ തലപ്പാറ എത്തുന്നതിൻ്റെ ഇടയിലുണ്ട് ഒരു സ്ഥലം. അവിടെ പാടൊന്നുമല്ല, പറമ്പന്നാണ്. നമ്മൾ സെറ്റായി നിൽക്കുന്നുണ്ട്. വലിയറമ്പ്. അവിടെ കട്ട നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ബേജാറായി പോകും. കാരണം എന്താ അറിയോ? ആർക്കും ബേജാറുണ്ടാവും. കാരണം എന്താ, സർവീസ് റോഡ് പറഞ്ഞാൽ ഏകദേശം 6 മീറ്ററോളം വീതി ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ ഈ കട്ട വീണ് കാണുന്ന അവസ്ഥ അങ്ങനെ ആലോചിക്കുക നിങ്ങൾ. സ്വാഗതമാടിന് പുറമെ വലിയ പറമ്പിലും അപകട ഭീഷണിയുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ സ്വാഗതം അങ്ങനല്ല, ഏറ്റവും ടോപ്പ് കട്ട KNRസിൻ്റെ പണിയിൽ. ഇപ്പം നമ്മളെ കാര്യം നോക്കിയാൽ മതിയല്ലോ. നമ്മൾ മലപ്പുറം റീച്ചിലെ വർക്ക് മാത്രം നോക്കിയാൽ മതി. ഈ മലപ്പുറം റീച്ചിൽ KNRസിക്ക് വന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? എന്താണ്? ഇവിടെ അണ്ടർപാസും ഓവർപാസും കൂടുതൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കൂരിയാട് അണ്ടർപാസ്, ഒരു സ്റ്റോപ്പ് മുന്നോട്ട് പോയ കക്കാട് ഓവർപാസ്, അത് കഴിഞ്ഞാൽ കോയിച്ചന ഓവർപാസ്. അപ്പോൾ ഈ ഓവർപാസ് വരുന്നിടത്ത് റോഡിട്ട് റോഡാണ് വരേണ്ടത്. അപ്പോൾ എന്താക്കി അവിടെ ഒരു തുറന്ന് മണ്ണ് മാന്തി. അവിടെയാണ് എന്ത് വന്നത്? ഈ നെറ്റൊക്കെ വന്നിട്ടുണ്ടത്. അതങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടായി, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ റോഡ് അലൈൻമെൻറ്റൊക്കെ സെറ്റായി, 90 വർക്കും തീർന്നില്ലേ. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ പറയുക? ചർച്ച എന്താണ്? ഈ കട്ട അതേപോലെ ചുമരുമ്മലടിച്ച സ്പ്രേ, ഇത് രണ്ടും എന്താവും എന്നുള്ളതാണ്. പക്ഷേ ഫസ്റ്റ് ട്രബിൾ ആയത് ഇപ്പോൾ ഈ കട്ടമ്മലാണ്, കൂരിയാടി ഇരുന്ന്. ഓക്കെ, ഇനി അതേപോലെ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ പാടവൊക്കെ ഉടക്കം ഉണ്ടെന്ന് അറിയോ? ആൾക്കാർ ഇപ്പം തന്നെ നമുക്കറിയാം, നമ്മൾ ഈ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ മമ്മാലിപ്പടിയിലൊക്കെ ക്രാക്ക് വന്നു തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. തലപ്പാറ ക്രാക്ക് വന്നതിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം.